ഉച്ചകഴിഞ്ഞ് 3:15 നെഞ്ചിൽ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്ത CJ റോയ്, ചിരിയങ്കണ്ടത്ത് ജോസഫ് റോയ് എന്ന 57-കാരൻ്റെ മുഖം എല്ലാവർക്കും പരിചിതമാണ്. അതിൻ്റെ കാരണം പല പ്രോഗ്രാമുകളിലും പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. ഒരുപാട് സിനിമകൾ, അഞ്ചോ ആറോ സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്, നിർമ്മാതാവായിരുന്നു. 2005 ആണ് അദ്ദേഹം കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനി ആരംഭിക്കുന്നത്. ഒരുപാട് ഫ്ലാറ്റുകൾ പണിത് പലർക്കും കൊടുത്തു കഴിഞ്ഞു. അത് നമുക്കറിയാം, നമ്മൾ പണ്ട് മുതലേ ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പോൾ സ്റ്റാർ സിംഗർ ആ പ്രോഗ്രാമിലൊക്കെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെതായിരുന്നു ആദ്യം ഓരോ വിജയിക്കും ഫ്ലാറ്റൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ 2005 മുമ്പ് അദ്ദേഹം ബാംഗ്ലൂരിൽ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് പാരീസിൽ നിന്ന് ഉന്നത ബിരുദമൊക്കെ നേടിയാണ് അദ്ദേഹം ആദ്യം ഒരു കമ്പനിയിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് പ്രവേശിക്കുന്നു. അത് കഴിഞ്ഞാണ് അതിൽ നിന്നൊക്കെ രാജിവെച്ചിട്ട് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അവർ ഒരുപാട് ഫ്ലാറ്റുകൾ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. ആർക്കും അല്ല കടബാധ്യതകളൊന്നും അദ്ദേഹത്തിനില്ല, ഉള്ളതായിട്ട് ഇല്ല പറയുന്നില്ല. കുടുംബം പറയുന്നത് ഒരു കടബാധ്യതയും അദ്ദേഹത്തിനില്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ് ആത്മഹത്യ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബവഴക്കൊന്നുമല്ല. കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അവരെ ബാംഗ്ലൂരിലുള്ള ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസ്, അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ്, അതൊക്കെ ഇങ്ങനെ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റെയ്ഡ് പോലാണ്. കാരണം അതിൻ്റെ പ്രവർത്തനമൊക്കെ നിർത്തിവെപ്പിച്ചു. അപ്പോൾ എന്നിട്ട് ഇയാളെ, അതായത് ഈ റോയിയെ ചോദ്യം ചെയ്തു. അങ്ങനെ ആ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിക്കൂറെങ്ങാണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്തോ രേഖകൾ എടുക്കാൻ, ഏതാണ്ട് രേഖകൾ കൊടുക്കണം എന്നൊക്കെയുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. അത് എടുത്തുകൊണ്ട് വരാനെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയി. ചെന്നിട്ട് കയ്യിലുണ്ടായിരുന്ന റിവോൾവർ ഉപയോഗിച്ച് അദ്ദേഹം നെഞ്ചോട് ചേർത്ത് വെച്ച് അത് ഫയർ ചെയ്ത് അദ്ദേഹം മരണപ്പെട്ടതാണ്. ആത്മഹത്യയാണ് എന്നാണ് പറയപ്പെടുന്നത്. അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ആത്മഹത്യ നടക്കുമ്പോഴും അവിടെ ഇങ്ങനെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വെടിശബ്ദമൊക്കെ കേൾക്കുകയും ഇതുപോലെ ഡെഡ് ബോഡി കാണുകയും ചെയ്തപ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ്ലി ഈ അവിടെ റെയ്ഡിന് പോയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരൊക്കെ നല്ല സംയമനം പാലിച്ചിട്ടുണ്ട്. അവിടുന്ന് കിട്ടിയ റെക്കോർഡും ബുക്കുകളും എല്ലാം കൂടെ വാരിയെടുത്ത് 2 ഇന്നോവ കാറിനകത്ത് അങ്ങോട്ട് ഡംപ് ചെയ്ത് എടുത്തിട്ട് ജീവനം കൊണ്ട് അവിടുന്ന് കയറി പോകുന്ന കാഴ്ച കണ്ടതാണ്. അപ്പോൾ ഒരാൾ ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു അഭിപ്രായം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കേരളത്തിലെ വൻ വ്യവസായികൾ വല്ലവരും ഉണ്ടെങ്കിൽ അവർ ഒന്നുകിൽ BJPയിൽ അല്ലെ NDAയിൽ ചേരണം, അതും അല്ലെന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തോണം എന്ന് പറയുന്നത് എത്രയോ ശരിയാണെന്ന് നമുക്ക് ചിന്തിക്കണം. കാരണം ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം യഥാർത്ഥം വളരെയധികം അദ്ദേഹം അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ വെളിവാക്കുന്നത്. ബാബു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ടിട്ട് ആ രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. ഒരു മനുഷ്യന് സഹിക്കാവുന്നത് ഒരു പരിധിയുണ്ട്. കാരണം ഇതിന് കുറച്ച് നാൾ മുമ്പ് ഇതുപോലെ ഒരു റെയ്ഡൊക്കെ കഴിഞ്ഞ് രേഖകളുമൊക്കെ അവിടുന്ന് ഏതാണ്ടൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് പോയി അവരതിന് കോടതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതിനെതിരെ. അന്നേരമാണ് ഇതുപോലെ അടുത്ത റെയ്ഡ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇത്രത്തോളം റെയ്ഡ് നടത്തുന്നതും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അയാൾ ഇൻകം ടാക്സ് റിട്ടേണൊക്കെ സമർപ്പിക്കുന്ന ആൾ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനകത്ത് വല്ല കണക്കിലെങ്ങാനും വല്ല കള്ളക്കളികളും ഉണ്ടോ എന്നൊക്കെ ഉള്ളതായിരിക്കണം നോക്കേണ്ടത്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, ഞാനത് കാണാറില്ല, എനിക്ക് താല്പര്യമുള്ളതൊന്നുമല്ല. അത് ശ്രീ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്, ബിഗ് ബോസ് എന്ന് പറഞ്ഞ്, TV-യിൽ, ഏഷ്യാനെറ്റിലാണ്. അത് ഞാൻ കാണാറില്ലെങ്കിൽ പോലും അത് ഏതാണ്ട് ഒരുപാട് ആളുകൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ്.
അപ്പോൾ അതിൽ ആ പ്രോഗ്രാമിൻ്റെ സ്പോൺസർ എന്ന് പറയുന്നത് അത് നടത്തിക്കുന്നത് അതിൻ്റെ പ്രൊഡക്ഷനും ഈ CJ റോജി ആയിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഇതേപോലെ TV പ്രോഗ്രാംസൊക്കെ ധാരാളം അദ്ദേഹം സ്പോൺസർ ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഈ വലിയ ആസ്തിയൊന്നും ഇല്ലാതെ 2005 തുടങ്ങിയ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഏതാണ്ട് ഇപ്പോൾ 2000-ലേറെ കോടി രൂപ ആസ്തിയുള്ള ഒരു വലിയ ഒരു സ്വകാര്യ മേഖലയിലെ വലിയൊരു സ്ഥാപനമായിട്ട് വളർന്നു. അത് മിടുക്കനായ ഒരു വ്യവസായിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ കഴിവ് സമ്മതിച്ചതെന്ന് നിർത്തിയുള്ളൂ. കാരണം അതേ രീതിയിലാണ് 57 വയസ്സേ ഉള്ളായിരുന്നു കേട്ടോ. ഈ 57 വയസ്സിൽ ഇനി എത്രയോ കാലം അദ്ദേഹം ബിസിനസ് നടത്തി ജീവിക്കേണ്ട ആളായിരുന്നു. എന്തിങ്ങനെ ചെയ്തു എന്ന് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇനി വല്ല അറസ്റ്റ് ഭയന്നോ മറ്റോ ആണോ, അയാളെ എങ്ങനെ ഭീഷണിപ്പെടുത്തിയിരുന്നോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊക്കെ അന്വേഷണത്തിൻ്റെ വെളിയിൽ വരേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ അയാളെ തന്നെത്താൻ ചോദ്യം ചെയ്തേക്കുന്ന ഇവരാണ്. ഇവർ പറയുമോ ഞങ്ങളിങ്ങനെ പറഞ്ഞു ഒന്നും ഒരിക്കലും പറയത്തില്ല. എന്തോ വലിയ ഭീഷണി ഈ കാര്യത്തിനുണ്ടായിരുന്നു. അല്ലാതെ മറ്റ് വേറെ ഒന്നും ഒരു രീതിയിലുള്ള ഭീഷണികളും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നാണ് ബാബു പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു വ്യവസായ സ്ഥാപനം കെട്ടിപ്പടുത്ത ആൾ, ഇത്രയും പെട്ടെന്ന് വളർന്ന ഒരു സ്ഥാപനം, അതും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നാണ്. നമ്മളന്ന് ആലോചിക്കുള്ളൂ. വളരെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്, കോൺഫിഡൻ്റ് എന്നുള്ള പേര് തന്നെ, ടേം തന്നെ ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ആ സ്ഥാപക ചെയർമാൻ ആണല്ലോ അദ്ദേഹത്തിന് യാതൊരു കോൺഫിഡൻസും ജീവിതത്തിൽ ഇല്ലാതെ പോയി എന്നുള്ളത് ഒരു വലിയ വിരോധാഭാസമാണ്. പിന്നെ എങ്ങനെ ഇതിന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പേരിട്ടു എന്ന് നമുക്ക് ആലോചിക്കേണ്ടതായിട്ട് വരും. ഈ പേരും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. ഒരു കോൺഫിഡൻസും ഇല്ലാതെ പോയി. ഇനി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അവരെ അറസ്റ്റ് ചെയ്യുന്നിരിക്കട്ടെ, അവരെന്ത് ചെയ്യും? മൂക്ക് കണ്ടിച്ച് കളയത്തില്ലല്ലോ. അയാൾ പണമുള്ളവനല്ലേ, അയാൾക്ക് അഭിഭാഷകരെ ഒക്കെ ഏർപ്പെടുത്തി അയാൾക്ക് വെളിയിലേക്ക് വരാം. അത് എല്ലാം അല്ലല്ലോ, ഒരു എൻഡ് ഓഫ് ദി ലൈഫ് അല്ലല്ലോ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവസാനമല്ലല്ലോ അത്. അല്ലാതെ വേറെ എന്താ ഉള്ളത് ഇതിനകത്ത്? അയാൾ ഇനി അറസ്റ്റ് ചെയ്യപ്പെടും അറസ്റ്റ് ചെയ്താൽ ജയിലിൽ അടയ്ക്കപ്പെടും എന്നൊക്കെയുള്ള ചിന്ത കാണും. എത്രയോ ആളുകൾ ജയിലിലൊക്കെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു പോകുന്നുണ്ട്. അവർ കാശുള്ളവനൊക്കെ ആണെങ്കിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ അവന് പെട്ടെന്ന് നെഞ്ചുവേദന വരും, പിന്നെ അങ്ങ് ആശുപത്രിയിലായിരിക്കും. അല്ലെങ്കിൽ ജയിലിൽ തന്നെ ആശുപത്രി സെല്ലുണ്ട്, അവിടെ ആയിരിക്കും. മറ്റ് തടവുപുള്ളികളോടൊന്നും കിടക്കേണ്ട കാര്യമില്ല. ആ രീതിയിലൊക്കെ മാനേജ് ചെയ്ത് പോകാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. വളരെ നല്ല അഴിമതി നടക്കുന്ന സ്ഥലമാണ് ജയിലെന്ന് പറയുന്നത്. അപ്പം അവിടെ ഈ പണികളൊക്കെ ഇതുപോലെ നടക്കും. അങ്ങനെയുള്ളപ്പം ഒരു കോൺഫിഡൻസും ഇല്ലാതെ എന്തിന് റോയി ആത്മഹത്യ ചെയ്തു? ഇത് ആത്മഹത്യ ചെയ്തെന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല, കാരണം പോയിന്റ് ബ്ലാങ്കിലാണ് ഈ വെടിവെച്ചിരിക്കുന്നതെന്ന് ഈ റിപ്പോർട്ടുകളിൽ നിന്ന് കാണുന്നു. അപ്പോൾ അത് വേറെ സ്വന്തമായിട്ട് ചെയ്യണമെന്നില്ല, വേറെ ആരെങ്കിലും തോക്ക് മുട്ടിച്ച് വെച്ച് ചെയ്താലും മതി. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ഇനി അന്വേഷിച്ച് വെളിവാവണം. അതിൻ്റെ അകത്തുനിന്ന് ആ ബാലിസ്റ്റിക് എക്സ്പേർട്സ് ഒന്ന് പരിശോധിക്കണം. അത് കൂടാതെ ഫോറൻസിക് എക്സാമിനേഷൻ നടത്തണം. അതായത് ആ കൈത്തോക്കിൽ അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉള്ളത് നോക്കണം. അത് കണ്ടുപിടിക്കാവുന്നതാണ്. അത് അവസാനമായിട്ട് ആര് യൂസ് ചെയ്തു എന്നുള്ളത് അറിയാം. അതാണ് അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അതിന് ശേഷമേ ഇത് യഥാർത്ഥത്തിൽ ആത്മഹത്യയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അത് റോയിയുടെ ഫിംഗർ പ്രിൻ്റുകളാണ് അതിലുള്ളത്, വിരലടയാളങ്ങളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ സംശയമൊന്നും വേണ്ട. കാരണം സ്വയം തോക്കെടുത്ത് വെച്ച് നെഞ്ചത്ത് മുട്ടിച്ച് വെച്ച് അതിൻ്റെ കാഞ്ചി വലിച്ചതാണ് എന്ന് വേണം, ട്രിഗർ വലിച്ചതാണ് എന്ന് വേണം കരുതാൻ. ഏതായാലും അതിനെ ആ എക്സ്പെർട്ട് എവിഡൻസും ഒക്കെ കഴിഞ്ഞതിന് ശേഷമേ വല്ലതും തീരുമാനിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ കാറിനകത്ത് അവിടെ നിന്ന് ജീവൻ കളഞ്ഞ് പോയത് എന്തിനാണെന്നുള്ളത് ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ അവർ പോകാൻ പാടില്ലായിരുന്നു. പോലീസ് വന്ന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് നടത്തി നോക്കിയതിന് ശേഷം അല്ലാതെ അവിടുന്ന് ആ സ്ഥലം വിട്ട് പോയ പരിപാടി ശരിയായില്ല. അപ്പോൾ അതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവാനുള്ള ഒരു കാര്യം. ഏതായാലും അന്വേഷണം അതിൽ വരണം. ഇത്രയും വലിയൊരു വ്യവസായി കേരളത്തിന് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ്. ബാംഗ്ലൂർ ബേസ്ഡാണ് കോർപ്പറേറ്റ് ഓഫീസെങ്കിൽ പോലും മലയാളിയാണ്. ഇവിടെ തന്നെയൊക്കെ ഒരുപാട് പ്രോജക്റ്റ് ഉണ്ട്. ഇപ്പോൾ 250-ലേറെ ഫ്ലാറ്റുകളുടെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
എന്ത് ബുദ്ധിമുട്ടുകൾ ഇനി ആ പ്രസ്ഥാനത്തിനുണ്ടാവും ഒന്നാലോചിച്ച് നോക്കിക്കോളൂ. അകാലത്തിൽ അദ്ദേഹം ഒരു ആത്മഹത്യ നടത്തുകയാണ്. ആത്മഹത്യ കൊണ്ട് എന്തു ചെയ്യാനാണ്? അത് ആലോചിക്കാൻ ഒരു നിമിഷമെങ്കിലും അയാൾ ആലോചിച്ചു. പെട്ടെന്ന് പോയി അത്രത്തോളം വല്ല ഭീഷണി ഇല്ലാതെ അയാൾ പെട്ടെന്ന് റെക്കോർഡ് എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് മുകളിലത്തെ നിലയിലേക്ക് പോയതിന് ശേഷം അയാൾ അന്നേരം തന്നെ വെടിവെച്ച് മരിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് വലിയ ഭീഷണി, മാനസിക സമ്മർദ്ദം അയാൾക്കുണ്ടായി എന്നുള്ളത് തന്നെയാണ്. അത് ഏത് വിധത്തിലാണ് ആ സമ്മർദ്ദം ഉണ്ടായത്, എന്താണ് അവർ ചോദിച്ചതെന്നും പറഞ്ഞതെന്നും ഒക്കെ വെളിവാക്കാൻ അവർ ബാധ്യസ്ഥരുമാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ. ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട്, അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഇൻകം ടാക്സിലെ കൃഷ്ണപ്രസാദിൻ്റെ പേര് പറയുന്നുണ്ട്. അയാളാണ് ഇത് വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നതെന്നാണ് ബാബു പറയുന്നത്. നമുക്കറിയില്ല എന്താണെന്ന്. ഏതായാലും ശരി, അന്വേഷണമൊക്കെ നടക്കട്ടെ. അന്വേഷണത്തിൽ നിന്ന് വിവരം വെളിയിലേക്ക് വരട്ടു. പക്ഷേ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ സ്ഥാപക ചെയർമാന് യാതൊരു കോൺഫിഡൻസും ഇല്ലാതെ പോയി എന്ന് ഇതിന്ന് കാണേണ്ടതാണ്.